നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ഇടവമാസം 5-ാം തീയതി, അതായത് ശകവർഷപ്രകാരം 1947 വൈശാഖ മാസം 29-ാം തീയതി, ഉത്തരായന കാലം, ഗ്രീഷ്മ ഋതുവിൽ, കൃഷ്ണപക്ഷ ഷഷ്ഠി നാൾ, തിങ്കളാഴ്ചയും തിരുവോണം നക്ഷത്രവും വരുന്ന 19/5/2025 ഉദയം 6:07 AM അസ്തമനം 6:36 PM രാഹുകാലം 7:40 AM മുതൽ 9:14 AM വരെയും, ഗുളികകാലം 1:55 PM മുതൽ 3:28 PM വരെയും, യമകണ്ഠകാലം 10:47 AM മുതൽ 12:21 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:57 AM മുതൽ 12:19 PM വരെയും, 12:23 PM മുതൽ 12:45 PM വരെയുമാകുന്നു. ഇനി ചന്ദ്രാഷ്ടമമാകട്ടെ മിഥുനക്കൂറുകാർക്ക്. ഇനി ഈ ദിവസം തിങ്കളാഴ്ചയായതുകൊണ്ട് ഉമാമഹേശ്വരന്മാരെ പ്രാർത്ഥിക്കുന്നത്, പ്രത്യേകിച്ചും 30 തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ വിവാഹം ആവാത്തവർക്ക് സോമവാര വ്രതം എടുക്കുന്നതിനുള്ള ദിവസമാണ്. വിവാഹം കഴിഞ്ഞവർക്ക് അവരുടെ ദീർഘമാംഗല്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാവുന്ന ദിവസമാണ്. ശിവങ്കൽപ്പിനെയും പിൻവിളക്കൊക്കെ കഴിച്ച് ഒരു നേരം മാത്രം മര്യാഹാരം കഴിച്ചുകൊണ്ട് ഉമയെയും മഹേശ്വരന്മാരെയും പ്രാർത്ഥിക്കുമ്പോൾ, സ്വയംവര മന്ത്രം ജപിക്കുമ്പോൾ, സ്വയംവര മന്ത്രം ഒരു വശ്യമന്ത്രമാണ്. വിവാഹത്തിന് വേണ്ടി മാത്രമല്ല, മറ്റെല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർന്ന് കിട്ടുവാൻ, നമ്മളൊരു ആവശ്യത്തിന് പോകുമ്പോൾ ആ ആവശ്യം നടന്നു കിട്ടുവാനും ഒക്കെ നമുക്ക് അമ്മയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വരുവാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ സ്വയംവര മന്ത്രം ജപിക്കുകയും അതുവഴി ദൈവാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ഓം നമ ശിവായ എന്ന് 108 പ്രാവശ്യം ജപിക്കുന്നത്, ശിവേ നമ എന്നും കൂടെ ചേർത്ത് ജപിക്കുന്നതും ഉമയെയും മഹേശ്വരനെയും ഒരുപോലെ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ്. ഓം നമ ശിവായ, ശിവയേ നമഃ. അങ്ങനെ ഒരു 108 പ്രാവശ്യം ജപിക്കുമ്പോൾ ശ്രീ പാർവതിയും പരമശിവനും ഒരുമിച്ച് സന്തോഷത്തോടുകൂടി നമ്മളെ അനുഗ്രഹിക്കുന്നതായി നമുക്ക് തോന്നാം. അതുപോലെ തന്നെ ഓം ക്ലീം കാമദേവായ രൂപായ അനംഗമേഖലായ മദനരൂപിണീ മദാകൃതിം മനോന്മത്തം ആഗനരം പുരാവാസം സകലവശ്യം ശക്തിം ദേഹീം ദേഹീം സകലവശ്യം കുരു കുരു ക്ലീം ക്ലീം നമോ നമഃ സ്വാഹ. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, കാമുകന്മാർ തമ്മിലൊക്കെ ഈ അവരുടെ ഇണയ്ക്ക് വേണ്ടി, ഇണയെ നന്നിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന ചൊല്ലിയ തീർച്ചയായും ഫലസിദ്ധി ഉണ്ടാകും. ഓം ക്ലീം കാമദേവായ രൂപായ അനംഗമേഖലായ മദനരൂപിണി മദാകൃതി മനോന്മത്തം ആഗനരം പുരാവാസം സകലവശ്യം ശക്തിയും ദേഹീം ദേഹി സകലവശ്യം കുരു കുരു ക്ലീം ക്ലീം നമോ നമ സ്വാഹ എന്ന് ഇത് നമുക്ക് ചെല്ലുമ്പോൾ ഫലം തീർച്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഇത് തുടങ്ങുകയാണെങ്കിൽ, അതും പ്രത്യേകിച്ചും ഇടവ മാസത്തിലെ 30 തിങ്കളാഴ്ച കഴിയുന്നവരൊക്കെ ഈ മന്ത്രം അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ചൊല്ലി നോക്കൂ, തീർച്ചയായും ഫലസിദ്ധി ഉറപ്പായിരിക്കും. ഇനി നമുക്ക് ഈ 19/5/2025 ഗ്രഹനിലയൊന്ന് പരിശോധിക്കാം. സൂര്യൻ ലഗ്നത്തിൽ തന്നെ, സൂര്യനും ഉദയവും വന്നിരിക്കുന്നത് ഇടവൻ രാശിയിലാണ്. ചന്ദ്രൻ വന്നിരിക്കുന്നത് മകരത്തിൽ, ചൊവ്വ കർക്കിടകത്തിൽ, ബുധൻ മേടത്തിൽ, ഗുരു മിഥുനത്തിൽ, ശുക്രനും മന്ദനും വന്നിരിക്കുന്നത് മീനം രാശിയിൽ,
സർപ്പി മാറിയിട്ടുണ്ട്. സർപ്പി കുംഭൻ രാശിയിലേക്ക് വന്നിരിക്കുന്നു. സർപ്പി മാറിയതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ചിങ്ങൻ രാശിയിലേക്ക് കേതുവും മാറിയിരിക്കുന്നു. പിന്നെ ഗുളികോദയം വന്നിരിക്കുന്നത് കന്നി രാശിയിലാണ്. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി പ്രകാരം 27 നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണഫലങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും തിങ്കളാഴ്ച ദിവസം ഒരു പ്രവൃത്തി ദിവസത്തിൻ്റെ ആരംഭ ദിവസമായിട്ടോ ശിവഭഗവാനെയും പാർവതി ദേവിയും പ്രാർത്ഥിക്കുന്നതിനുള്ള ദിവസമായാലോ പാർവതീദേവിയുടെ ദിവസമായിട്ടൊക്കെ കണ്ടുകൊണ്ട് സർവമംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം എല്ലാവർക്കും ശുഭമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രാശിഫലത്തിലേക്ക് കടക്കുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉപരിവിദ്യാഭ്യാസത്തിന് അനുകൂലമായ സാഹചര്യമുണ്ടാകും. പൊതുപ്രവർത്തനത്തിൽ ജനങ്ങളുടെ ആദരവ് പിടിച്ചുപറ്റും. സന്താന ഗുണം ലഭിക്കാം. പ്രവർത്തന രംഗത്ത് പ്രശസ്തി വർദ്ധിക്കും. കുട്ടികളുമൊത്ത് സന്തോഷത്തോടുകൂടി സമയം ചിലവഴിക്കാനുള്ള അവസരം ലഭിക്കും. വിലപിടിപ്പുള്ള ഏതെങ്കിലും ഒരു വസ്തു നഷ്ടപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, കരുതിയിരിക്കുക. താൽക്കാലിക സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള വഴി തെളിഞ്ഞു വരുന്നുണ്ട്. ഇത് പൂർണ്ണമായും ഫലത്തിൽ വരുവാൻ വേണ്ടി പരിശ്രമിക്കുക. ആഗ്രഹ നിവൃത്തിക്ക് അശ്രാന്ത പരിശ്രമം ആവശ്യമായി വരും. കാരണം വ്യാഴം 3-ലാണ്, രാശിയാധിപൻ 4-ൽ നീചത്തിലാണ്. എന്നിരുന്നാൽ പോലും പ്രാർത്ഥനകൾ കൊണ്ട് എല്ലാ ദോഷഫലങ്ങളെയും നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാത്തവർ അതിനായി ഉമാമഹേശ്വര പൂജയിൽ പങ്കെടുക്കുന്നത്, ശിവ പാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, സോമവാര വ്രതമെടുക്കുന്നത്, സ്വയംവര മന്ത്രം ജപിക്കുന്നതൊക്കെ അതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. പഴയ കടബാധ്യതകളൊക്കെ തീർക്കാനായി നന്നായി പരിശ്രമിക്കും. അതിനുള്ള ഫലവും ലഭിക്കുന്നതാണ്. ജോലി സ്ഥലത്ത് കുടുംബസമേതം താമസിക്കുവാനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നടത്തും. യന്ത്രാദി വസ്തുക്കൾക്കൊക്കെ വേണ്ടി അല്പം റിപ്പയറിംഗ് വർക്കുകളൊക്കെ വരും. അതിനൊക്കെ ആയിട്ട് അല്പം ധനം ചെലവഴിക്കേണ്ടതായി വരും. പ്രൊമോഷനും ശമ്പള വർധനയൊക്കെ കൂട്ടിക്കിട്ടുവാനായി നന്നായി പരിശ്രമിക്കൂ. തീർച്ചയായും ആഗ്രഹ പൂർത്തീകരണം സാധിക്കുന്നതിന് ഉമയെയും മഹേശ്വരനെയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഷഷ്ടിനാളാണ്. കൃഷ്ണപക്ഷ ഷഷ്ടി ആയതുകൊണ്ട് ഷഷ്ടിവ്രതമായി ആചരിക്കുന്നില്ല എങ്കിൽ പോലും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ മുരുക 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 എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും മുകുന്ദനും രുദ്രനും കന്മഷനും അനുഗ്രഹിക്കുന്നത് പോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെയും അനുഗ്രഹം ഈ മേടൻ രാശിക്കാർക്കുണ്ടാകും. അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ചില എഗ്രിമെൻറ്റുകളിലൊക്കെ സൈൻ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അന്യദേശത്ത് ജോലിയുള്ളവർക്ക് ലീവൊക്കെ എടുത്ത് നാട്ടിലേക്ക് വരുവാനൊക്കെയുള്ള സാഹചര്യമുണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഇൻ്റർവ്യൂ, ടെസ്റ്റ്, പരീക്ഷകളിലൊക്കെ പങ്കെടുക്കാനും അതുവഴി പെട്ടെന്ന് തന്നെ നല്ല ഫലം കിട്ടുവാനുമൊക്കെയുള്ള യോഗം കാണുന്നു. അന്യദേശത്ത് സന്താനങ്ങളോടൊപ്പം പോയി താമസിക്കുവാനുള്ള യോഗവുമുണ്ട്. സഹപ്രവർത്തകരിൽ നിന്നും പ്രതികൂല അനുഭവങ്ങൾ വരാതിരിക്കുവാൻ കരുതിയിരിക്കണം. യാത്രാക്ലേശം അനുഭവപ്പെടാനുള്ള യോഗമുണ്ട്. വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങിക്കും. പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരും കുട്ടികൾക്കെന്നല്ല മുതിർന്നവർക്ക് പോലും. അതുകൊണ്ട് മഹാദേവനെ ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ഹിതകരമല്ലാത്ത
മനസ്സിന് വേദന തരുന്ന അല്ലെങ്കിൽ അല്പം ഭയം തോന്നിക്കുന്ന വാർത്തകൾ ചിലപ്പോൾ കേൾക്കുവാനിടയാവും. പ്രാർത്ഥനകൾ മുടങ്ങാതെ പ്രാർത്ഥനകൾ തുടരൂ, തീർച്ചയായും ഫലമുണ്ടാവും. സന്താനങ്ങളെ ചൊല്ലി മനസ്സ് വ്യാകുലപ്പെടും. താമസ സ്ഥലത്തിന് മാറ്റമുണ്ടാകുവാനൊക്കെ ഇടയുണ്ട്. കേതുവിന് ഗണപതി ഭഗവാൻ ഒരു നാളികേരമൊക്കെ ഉടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ആ ഒരു ചെറിയ ടെൻഷനൊക്കെ വരുത്തുന്നതൊക്കെ മാറിക്കിട്ടാൻ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് 4-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ആ ഒരു ടെൻഷനൊക്കെ വരാതിരിക്കാൻ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. വായ്പ കൊടുത്ത പണം തിരിച്ചു കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും. രാശിനാഥിയായ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതോടൊപ്പം തന്നെ കുടുംബ സന്തോഷവും സമാധാനവും നിലനിർത്തുന്നതിനായി കഴിയുന്നതും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത്, വശ്യമന്ത്രമായ സ്വയംവര മന്ത്രമൊക്കെ ജപിക്കുന്നത് നന്നായിരിക്കും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വാഹനം ഓടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധ ആവശ്യമായിട്ട് വരും. ശ്രദ്ധ പാളിപ്പോകുവാനൊക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കും, നന്നായിരിക്കും. വിദേശത്തുള്ളവർക്ക് ചില നല്ല പ്രമോഷനോ അല്ലെങ്കിൽ നല്ല അംഗീകാരമോ അവരുടെ PR ഒക്കെ ആവാത്തവർക്ക് അതൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. അതിഥി സൽക്കാരങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. പുതിയ കർമ്മരംഗത്ത് പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കും. അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ അല്പം മാറിപ്പോകുന്നതായി കാണാം. എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിന് ആഗ്രഹിച്ചിരുന്ന ശുഭകരമായ ഒരു സന്ദേശം ലഭിക്കുവാനായിട്ട് ഉള്ള അവസരം വന്നു ചേരും. അതുപോലെ തന്നെ സ്കൂള്, കോളേജ് ഇവയൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സാഹചര്യം വന്നു ചേരും. ദൈവാധീന കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള അവസരം വന്നു ചേരും. പുതിയ അറിവുകൾ നേടുവാൻ സാധിക്കും. യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവർ റിപ്പയർ വർക്കൊക്കെ വരാതിരിക്കാൻ എന്തെങ്കിലും എക്സ്പ്ലോഷനൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് അപകട സാധ്യതയുണ്ട് എന്ന് കരുതിയിരിക്കണം. സ്വഭാവ ദൂഷ്യമൊക്കെ ആരോപിക്കുവാനുള്ള ഒരു ആരോപണങ്ങളൊക്കെ കേൾക്കാനുള്ള ഒരു യോഗവും കൂടിയുണ്ട്. എന്ത് കേട്ടാലും സംയമനത്തോടുകൂടി തന്നെ ക്ഷമയും സഹനശക്തിയും സംയമനവും പാലിക്കുമ്പോൾ എല്ലാം ഒന്നും അത്ര ഗുരുതരമാവാതെ നിസ്സാരമായി പോകും. ഒന്നിനെക്കുറിച്ചും ആവലാതിപ്പെടാതിരിക്കുക. ബിസിനസ്സിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ലാഭം, അത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ലാഭം ലഭിക്കുവാനായിട്ട് സാധിക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കൂ. ഫലപ്രാപ്തി നിശ്ചയമാണ്. ഉറപ്പ് തന്നെ ഫലപ്രാപ്തി ലഭിക്കുമെന്ന് തന്നെ വിശ്വസിക്കുക. ദുർഗാദേവി ശരണമഹം പ്രപദ്യേ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരും. രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയെയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ദുർഗാദേവിയുടെ അനുഗ്രഹത്തിനും കൂടി വേണ്ടി പ്രാർത്ഥിക്കൂ. എല്ലാം ശുഭപര്യവസാനിയായി തീരുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലും ഇതര കർമ്മ മേഖലകളിലും മത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും. ആയുർവേദ ചികിത്സയൊക്കെ ആവശ്യമായി വരുന്ന സാഹചര്യമുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ നിലനിർത്തിക്കൊണ്ടുപോകാൻ നല്ല പ്രയത്നിക്കേണ്ടി വരും. ഉന്നതരായ വ്യക്തികളുടെ വിരോധത്തിനൊക്കെ ചിലപ്പോൾ പാത്ര്യമാവാനുള്ള വിരോധത്തിനൊക്കെ അവസരം വന്നു ചേരുന്നതാണ്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് കരുതിയിരിക്കുന്ന നന്നായിരിക്കും. വിവാഹാലോചനകളിലും നടത്തിപ്പിലും ഒക്കെ വൈഷമ്യങ്ങൾ വന്നു ചേരാം. സന്താനങ്ങളെ പ്രതി മനസ്ക്ലേശമുണ്ടാകുവാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു മുൻകരുതൽ എടുക്കുന്നത് നന്നായിരിക്കും. ദുർഗാദേവി ശരണമഹം പ്രപദ്യേ എന്ന് 108 പ്രാവശ്യം ജപിക്കുന്നത്, യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീ രൂപേണ സംസ്ഥിത
നമസ്തസ്യൈ 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 നമോ നമ. ദേവി മഹാത്മ്യത്തിലെ 5ഉം 11ഉം അധ്യായം ഒന്ന് പാരായണം ചെയ്യുമ്പോൾ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ലഭിക്കും. 11ാം അധ്യായം സർവ്വ അഭീഷ്ടങ്ങളും സാധിച്ചു തരുന്നതിനുള്ളതാണ്. നാരായണീ സ്തുതി ദേവ്യാഹതേ തത്ര മഹാസുരേന്ദ്ര എന്നുള്ള ആ വരികൾ ഒന്ന് ചെല്ലുമ്പോൾ തീർച്ചയായും ഒരു സമാധാനം ലഭിക്കും. ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതിലൂടെ സന്തോഷവും സംതൃപ്തിയും ലഭിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നൊക്കെ പിന്മാറുന്നത് നന്നായിരിക്കും. ജോലിയിൽ മാറ്റമോ പ്രമോഷനോ ഒക്കെ വരുന്നതിന് വേണ്ടി നന്നായി പരിശ്രമിക്കൂ. തീർച്ചയായും പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിയും. തീർച്ചയായും അതിനായി ശ്രമം തുടരും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവിധ സൗഭാഗ്യങ്ങളും രാശിനാഥയായ ദുർഗാദേവി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉമയുടെയും മഹേശ്വരൻ്റെയും അനുഗ്രഹത്തോടുകൂടി ശിവപാർവതിമാരുടെ അനുഗ്രഹത്തോടുകൂടി എല്ലാം ശുഭ പര്യവസാനിയായി തീരട്ടെ. ഈ ദിവസം ഒരു ഉത്കൃഷ്ടമായ ദിനമായി തീരട്ടെ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ജോലികൾ കൂടി ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള ഒരു ശ്രമം നന്നായിരിക്കും. വീടോ വാഹനമോ ഒക്കെ അധീനതയിൽ വന്നു ചേരുവാനുള്ള ഇടയുണ്ട്. ലോണുകളും മറ്റ് ക്രെഡിറ്റ് സൗകര്യങ്ങളും ഒക്കെ ലഭിക്കും. പതിവിലധികം യാത്രകൾ ചെയ്യേണ്ടതായി വരും. റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവർക്ക് പ്രതിസന്ധികളൊക്കെ മാറി അനുകൂല സാഹചര്യം ഉണ്ടാവും. വാഹനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ചിലവ് വർദ്ധിക്കുമെങ്കിലും സമാധാനം നിലനിൽക്കുന്നതായി കാണാം. അതുപോലെ തന്നെ സമൂഹത്തിൽ മാന്യത നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ വിജയിക്കും. കോളേജ് വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഗ്രേഡൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അവരാഗ്രഹിക്കുന്ന പരിശീലനത്തിൽ അഡ്മിഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. മത്സരമുണ്ടായാലും വ്യാപാരത്തിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. സെയിൽസിലോ അക്കൗണ്ടിങ്ങിലോ ഒക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ളൊരവസരം വന്നു ചേരും. ആഘോഷങ്ങളിലും പൊതുപരിപാടികളിലുമൊക്കെ സജീവമായി പങ്കെടുത്ത് ജനശ്രദ്ധ പിടിച്ചു പറ്റും. ഗ്രഹോപകരണങ്ങൾക്ക് റിപ്പയറൊക്കെ ആവശ്യമായിട്ട് വരും. എയർഫോഴ്സിലും എയർപോർട്ടിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് അവരുടേതായ കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരം വന്നു ചേരും. ബന്ധുക്കളിൽ നിന്നും അല്പം വിമർശനമൊക്കെ കേൾക്കേണ്ടി വന്നാലും കുടുംബ സമാധാനം നിലനിർത്തി കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു ദിവസമാണ്. രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തിനായി ഷഷ്ടിയാണ് വ്രതമൊന്നും എടുത്തില്ലെങ്കിലും ഒരുങ്ങിനെ പ്രാർത്ഥിക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീര് അഭിഷേകമൊക്കെ കഴിക്കുന്നതും ശുഭഫലങ്ങൾ നൽകുന്നതാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് വ്യാകുലപ്പെടുവാനുള്ള അവസരമുണ്ടാകും. വ്യാകുലത മാറ്റി കർമ്മരംഗത്തേക്ക് സജീവമാവുക. ബിസിനസ്സിലോ തൊഴിലിലോ ഒക്കെ കൂടുതൽ ധനവർദ്ധന ഉണ്ടാവും. താൽക്കാലികമായി നിയമനം ലഭിച്ചവർക്കൊക്കെ കർമ്മരംഗത്ത് സ്ഥിരീകരണം പ്രതീക്ഷിക്കാം. സംഭാഷണത്തിലെ നയശൂന്യത കൊണ്ട് വിഷമങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സംഭാഷണം വളരെ ലളിതമായിരിക്കുവാൻ ശ്രദ്ധിക്കുക. ലളിതവും സൂക്ഷ്മവുമായി സംസാരിക്കുവാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങാനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. ദൂരയാത്രകൾ ആവശ്യമായി വരും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരം ലഭിക്കും. മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. അതുപോലെ ബിസിനസ്സിലും കൃഷിയിലുമൊക്കെ അല്പസ്വല്പം ലാഭം പ്രതീക്ഷിക്കുക. വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകണമെന്നുള്ളവർക്കുള്ളത് കാര്യസാധ്യത ഉറപ്പാണ്. യാത്രക്കിടയിൽ വാഹനത്തിന് റിപ്പയർ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വാഹനത്തെ ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. ഡ്രൈവിങ്ങിലൊക്കെ ഒരു കുറച്ച് ശ്രദ്ധ പാലിക്കുന്നതും വളരെ നന്നായിരിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവർ അധികാര സ്ഥാനങ്ങളിൽ നിന്നും പരാതിപ്പെട്ടേക്കാം. ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. എല്ലാവിധ കഷ്ടങ്ങളും മാറിക്കിട്ടുവാനായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന മണ്ഡലത്തെ തൻ്റെ
ആ അധികാര പരിധിയിൽ കൊണ്ടുവരുവാനുള്ള ശ്രമം വിജയിക്കും. വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് IT മേഖലയിലാണെങ്കിലും മറ്റ് വിവര സാങ്കേതിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കർമ്മരംഗം കൂടുതൽ ശോഭിപ്പിക്കുക, അതായത് കർമ്മരംഗത്ത് കൂടുതൽ മാറ്റങ്ങൾ വരുത്തി അതിൽ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ലളിതമാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. യുവജനങ്ങളുടെ വിവാഹ അന്വേഷണ കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകും. പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനൊക്കെ അവരാഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കും. അടുത്ത ബന്ധുവിൻ്റെ സഹായം അതിനായി പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഈശ്വര കൃപയോടെ നടന്നു കിട്ടും. അതുപോലെ വിവാഹാലോചനകൾ തീരുമാനത്തിലെത്തുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഒരു അംഗീകാരം കൂടി ലഭിക്കുന്നതിന് നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കുവാൻ സാധിക്കും. പ്രവർത്തന രംഗത്ത് നേട്ടങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ ഉയർന്ന പദവിയിലേക്കുള്ള പ്രമോഷൻ വരെ ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. വ്യാപാര രംഗത്ത് കടുത്ത മത്സരം ഉണ്ടാകുമെങ്കിലും വിജയസാധ്യത പ്രതീക്ഷിക്കാം. ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജോലിസ്ഥലത്തെ അവസ്ഥ മനസ്സിനെ അസ്വസ്ഥമാക്കാം. അതുകൊണ്ട് തന്നെ ഒന്ന് കരുതിയിരിക്കും. കേസ് കാര്യങ്ങളിലൊക്കെ അനുകൂല വിധി വരുവാനുള്ള യോഗം കാണുന്നു. തൊഴിൽ മാറ്റത്തിന് യോഗം കാണുന്നുണ്ട്. സന്താനങ്ങളെ കൊണ്ട് സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുവാൻ സാധിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുവാൻ രാശിനാഥയായ മഹാലക്ഷ്മിയുടെ അഷ്ടകം ജപിക്കുന്നത്, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത്, ദേവി മാഹാത്മ്യത്തിലെ 11ാം അധ്യായം കൂടി പാരായണം ചെയ്യുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളെ കൊണ്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട്. കാരണം അവർ ആഗ്രഹിച്ച രീതിയിൽ പഠനത്തിനുള്ള അഡ്മിഷൻ ലഭിക്കും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനം വരും. വിദേശത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമൊക്കെ വന്നു ചേരും. കലാരംഗത്ത് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും. പ്രവർത്തന മേഖലയിൽ പുതിയ ആശയങ്ങളൊക്കെ കൊണ്ടുവരും. ഗ്രഹത്തിൽ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിക്കുവാനിടയുണ്ട്. മംഗള കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള യോഗം ഉണ്ടാകുന്നു. പങ്കെടുക്കാനും നേതൃസ്ഥാനം വഹിക്കാനുമൊക്കെ യോഗം കാണുന്നുണ്ട്. പ്രതീക്ഷിക്കാതെ ധനച്ചെലവുണ്ടാകുന്ന കാര്യങ്ങൾ കൂടി വന്നു ചേരും. ജോലിയിൽ അധികാരവർദ്ധനയും അതുപോലെ തന്നെ ശമ്പള കൂടുതലും കിട്ടുമെങ്കിലും കടുത്ത വിമർശനത്തെ നേരിടേണ്ടതായി വന്നേക്കാം. ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടതായ സാഹചര്യം വരും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ഭക്ഷ്യവിഷബാധയൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി മനസ്സിനെ വേദനിപ്പിക്കുന്ന സാഹചര്യം കൂടി വന്നു ചേരാം. കൂടുതൽ ചിന്തിച്ച് കാട് കയറി ടെൻഷൻ വർദ്ധിപ്പിച്ച് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ദിശ വന്ന പോലെ പോകുമെന്ന് പറഞ്ഞ പോലെ വരുന്നിടത്ത് വരട്ടെ എന്ന് വിചാരിച്ച് ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിചാരിക്കാത്ത സന്ദർഭത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഊഹക്കച്ചവടത്തിലൊക്കെ അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് രംഗത്തൊക്കെ വിജയസാധ്യത കാണുന്നുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗം കാണുന്നു. അപ്രതീക്ഷിതമായ സഹായങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ അപ്രതീക്ഷിതമായ സഹായങ്ങൾ ഉണ്ടാകാം. പറഞ്ഞിരുന്ന വാക്കുകളൊക്കെ പാലിക്കുവാനുള്ളൊരവസരവും കൂടി വന്നു ചേരും. തറവാട്ട് സ്വത്തിനെ സംബന്ധിച്ച തർക്കങ്ങളെല്ലാം പരിഹരിക്കും. സംഘടനകളിലൊക്കെ ഭാരവാഹിയാകാനും നമ്മുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരം വന്നു ചേരും. മംഗളകാര്യങ്ങൾ നടക്കുന്നതും അതിനു വേണ്ടിയിട്ട് കൂടുതൽ സമയം കണ്ടെത്തുവാനും സാധിക്കും. പലവിധ ചിലവുകൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നു ചേരുമെങ്കിലും എല്ലാം അടുക്കും ചിട്ടയോടുകൂടി ചെയ്യുന്നതുകൊണ്ട് ഒരു ആത്മസംതൃപ്തി അനുഭവിക്കുവാൻ സാധിക്കും. പുതിയ വാഹനം ലോൺ എടുത്ത് വാങ്ങുവാനൊക്കെ ശ്രമിക്കും. കച്ചവടക്കാർക്ക് പണമിടപാടുകളിൽ സാമ്പത്തിക നേട്ടമുണ്ടാകും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിച്ച് പൂർത്തിയാക്കാൻ കഴിയും.
പൊതുപ്രവർത്തകർക്ക് അണികളുടെ പിന്തുണയും പ്രാതിനിധ്യവും കിട്ടും. വാദ്യകലാകാരന്മാർക്കും നാടൻ കലാകാരന്മാർക്കും ഒക്കെ പ്രോത്സാഹനവും നേട്ടവും ഉണ്ടാകും. ഗ്രഹത്തിൽ നവീകരണ കർമ്മങ്ങൾ നടക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി നടന്നു കിട്ടുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിച്ച് ദുർഗാദേവി ശരണമഹം പ്രപദ്യേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണീ നമസ്തുതേ എന്നൊക്കെ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ എല്ലാം ശുഭപര്യവസാനിയായി തീരുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മമേഖലയിൽ നിന്നും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാമെങ്കിലും ഉത്തരവാദിത്വം അല്പം വർദ്ധിക്കുന്നതായി തോന്നും. കുടുംബകാര്യങ്ങളിലൊക്കെ താല്പര്യം കുറയും. കേസിൽ നിന്നും വിവാദങ്ങളിൽ നിന്നുമൊക്കെ മനപ്രയാസം വരുന്ന സാഹചര്യം ഉണ്ടാകും. സന്താനങ്ങൾക്ക് പുതിയ ജോലി കിട്ടുമെന്നുള്ളത് ഒരാശ്വാസമാണ്. ഇൻ്റർവ്യൂ കഴിഞ്ഞവർക്ക് ജോലി ലാഭമൊക്കെ പ്രതീക്ഷിക്കാം. ടെക്സ്റ്റൈൽ ഗൃഹോപകരണ വ്യവസായത്തിലൊക്കെ പുരോഗതി വന്നു ചേരും. മാധ്യമ പ്രവർത്തനത്തിന് അംഗീകാരവും പ്രശസ്തിയുമൊക്കെ ലഭിക്കും. സ്ത്രീകൾക്ക് അവരുടെ കർമ്മമേഖല പുഷ്ടിപ്പെടുത്തുവാൻ സാധിക്കും. വിശിഷ്ട ദേവാലയ ദർശനത്തിനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. സൈനിക സേവനത്തിന് ആദരവ് പ്രതീക്ഷിക്കാം. കലാരംഗത്ത് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. ഉന്നത പദവി ഏറ്റെടുക്കുവാനൊക്കെയുള്ളൊരവസരം വന്നു ചേരുന്നതാണ്. വിവാഹം ആവാത്തവർക്ക് നല്ല വിവാഹാലോചനകൾ വരുവാനും വിവാഹബന്ധം വേർപെട്ടിരിക്കുന്നവർക്ക് പുനർവിവാഹത്തിനുള്ള യോഗവും വന്നു ചേരുന്നതാണ്. ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ദൂരയാത്രയ്ക്കുള്ള സൗകര്യമൊക്കെ വന്നു ചേരുമെങ്കിലും യാത്രാമധ്യേ അസ്വാസ്ഥ്യങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്രതീക്ഷിത ധനാഗമം ഉണ്ടാകുമെങ്കിലും വരവിനേക്കാൾ ചിലവ് കൂടുന്ന സമയം കൂടിയാണ്. എല്ലാ കാര്യങ്ങളിലും ദൈവാധീനം ഉറപ്പുവരുത്തുന്നതിനായി പ്രാർത്ഥനകൾ മുടങ്ങാതെ പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടേയിരിക്കുക. സുബ്രഹ്മണ്യ സ്വാമിയെയും ആഞ്ജനേയ സ്വാമിയെയും അതുപോലെ തന്നെ ഗണപതി ഭഗവാനെയും പ്രാർത്ഥിക്കുന്നതും ദുർഗാദേവി ശരണമഹം പ്രപദ്യയെയും പ്രാർത്ഥിക്കുന്നതും എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇടയാക്കിത്തരും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പൊതുപ്രവർത്തകർക്ക് അവരുടെ പ്രസംഗ ചാതുര്യം കൊണ്ട് അനുയായികളെ ആകർഷിക്കാനായിട്ട് കഴിയും. ധനസ്ഥിതി അല്പം മെച്ചപ്പെടും. സഹപ്രവർത്തകരിൽ നിന്നും അനുകൂല സ്ഥിതി ഉണ്ടാകും. ഗൃഹനിർമ്മാണത്തിന് ലോണുകൾക്കൊക്കെ അപ്ലൈ ചെയ്തിരുന്നവർക്ക് അതൊക്കെ അനുവദിച്ച് കിട്ടുവാനുള്ള യോഗം കാണുന്നു. രോഗാരിഷ്ടതകൾ കൊണ്ട് അല്പം മനോവിഷമൊക്കെ അനുഭവിക്കേണ്ടി വന്നാൽ പോലും മതാനുഷ്ഠാനങ്ങളൊക്കെ വേണ്ട വിധം പാലിക്കാനൊന്നും സാധിക്കാതെയും അല്പം മനപ്രയാസമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. മറ്റുള്ളവരുടെ വിമർശനത്തിന് ബന്ധുക്കളുടെയൊക്കെ കുറ്റപ്പെടുത്തലിനൊക്കെ ചിലപ്പോൾ അതൊക്കെ കേൾക്കേണ്ടതായി വരുമെങ്കിലും മനസ്സ് നിയന്ത്രിച്ചുകൊണ്ട് ഈശ്വര കാര്യങ്ങൾ കൂടുതൽ പ്രാർത്ഥനകളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ എല്ലാ അപവാദങ്ങളും ഇല്ലാതാവും. കർമ്മരംഗം കൂടുതൽ കർമ്മരംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ വരുന്നതിനായി ആത്മാർത്ഥമായി രാശിനാഥനായ വിഷ്ണുമായ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭപര്യവസാനിയായി തരും. സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീരഭിഷേകമൊക്കെ കഴിക്കുന്നത് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പിൻവിളക്കിൽ എണ്ണയൊക്കെ കൊടുത്ത് കരിക്കൊക്കെ അഭിഷേകം ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള നല്ല സമയമാണ്. ഉദ്യോഗത്തിൽ മേലധികാരികളിൽ നിന്ന് അംഗീകാരമൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ നന്നായി അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കും. സ്വർണം, ഭൂമി, വാടക തുടങ്ങിയ ബിസിനസ്സുകളിൽ നിന്നൊക്കെ അല്പം ലാഭം ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. പ്രവർത്തനരംഗത്ത് മറ്റുള്ളവരുടെ അംഗീകാരം നേടിയെടുക്കുവാനുള്ള ഒരു സമയവും കൂടിയാണ്. വാഹനാദി ഗൃഹോപകരണങ്ങൾക്ക് ലോൺ കിട്ടും. ദേവാലയ ദർശനത്തിനൊക്കെയുള്ള വിശിഷ്ട ദേവാലയ ദർശനത്തിനൊക്കെയുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. അതുപോലെ ഭൂസ്വത്ത് കിട്ടാനായിട്ട് അല്പം കഠിന പ്രയത്നം ആവശ്യമായി വന്നേക്കാം. റാങ്ക് ലിസ്റ്റിൽ പേരിൽ വന്നാൽ പോലും ജോലി കിട്ടുവാനായി അല്പം ബുദ്ധിമുട്ടേണ്ടതായി വരും. ഈശ്വര പ്രാർത്ഥനയോടുകൂടി എല്ലാം ഭംഗിയായി നേടിയെടുക്കുവാൻ സാധിക്കും. പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ട് അധ്വാനത്തിന് ഫലമില്ലാതാക്കാൻ ശ്രമിക്കരുത്. പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിച്ച്
പേരും പ്രശസ്തിയും നേടുവാൻ ശ്രമിക്കുക. സഹകരണ സംഘങ്ങളിൽ നിന്നെടുത്ത വായ്പകളൊക്കെ സമയബന്ധിതമായി അടച്ചു തീർക്കാൻ ശ്രമിക്കണം. വിവാഹാദി കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നന്നായിരിക്കും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിലാണെങ്കിലും സ്വന്തം തന്നെയുള്ള വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുവാനുള്ള സമയമാഗതമായിരിക്കുന്നു. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബാന്തരീക്ഷം ശോഭനമായി തീരുവാനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ ദുർഗാദേവിയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു വിദ്യാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ജ്ഞാനസ്വരൂപിണിയായ സമ്പത്ത് നൽകുന്ന, എല്ലാവർക്കും അമ്മയെപ്പോലെ വാത്സല്യം ചൊരിയുന്ന ദുർഗാദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവും. സർവമംഗളങ്ങളും ഭവിക്കും. ഈ തിങ്കളാഴ്ച എല്ലാവർക്കും ഒരു ശുഭദിനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.